നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള സീംലെസ് ആയിട്ടുള്ള കാരോസൽസ്, അതായത് ഒരു ഇമേജിൽ നിന്ന് അടുത്ത ഇമേജിലേക്ക് പോകുമ്പോൾ തമ്മിലൊരു ബ്രേക്ക് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യുന്ന പോലെയുള്ള കാരോസൽസ് നമ്മൾ കാണാറില്ലേ. ഒരു കഥ പറയുന്ന പോലെ നമ്മുടെ ഇമേജിനെ ഷെയർ ചെയ്യാനും അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ്, ഡിസൈനേഴ്സ്, ബ്രാൻഡ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കാരണം ഓഡിയൻസിന് ആദ്യത്തെ ഇമേജ് കണ്ടാൽ രണ്ടാമത്തെ ഇമേജ് കാണാനുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലും അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് വരെ സ്മൂത്തായിട്ട് സ്വൈപ്പ് ചെയ്ത് കാണാനും അങ്ങനെ അതുവഴി തന്നെ എൻഗേജ്മെൻറ്റും നമ്മുടെ റീച്ചും ഒക്കെ ബെറ്റർ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം അൽഗോരിതത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് പോസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാരോസൽ പോസ്റ്റുകൾ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് രീതിയിലാണ് ഞാൻ ഇപ്രാവശ്യം കാണിച്ചു തരുന്നത്. കാരണം മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഇതുപോലത്തെ കാരോസൽസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. അതേസമയം ഫോട്ടോഷോപ്പിനോട് ആക്സസ് ഒന്നും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ക്യാൻവ. പർച്ചേസ്ഡ് ടൂൾസ് ഒന്നും ഇല്ലാതെ ഫ്രീ അക്കൗണ്ട് ആയിട്ടുള്ള ക്യാൻവയിൽ എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണാറില്ലേ, കമൻറ്റ് ചെയ്താൽ ഉടനെ നമുക്ക് DM വരുന്ന ഒരു പരിപാടി, ആ പരിപാടി എനിക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അത് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ 5 6 7 നിങ്ങൾ കമൻറ്റ് ചെയ്താൽ 5 ഇമേജിൻ്റെയും 6 ഇമേജിൻ്റെയും 7 ഇമേജസിൻ്റെയും ക്യാൻവയിൽ ഇത്തരത്തിലുള്ള ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ടെംപ്ലേറ്റ് കൂടെ ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യാം. പക്ഷേ ഈ ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്ന അടക്കം ഈ ഡിസൈൻ ചെയ്തെടുക്കാൻ എനിക്ക് വെറും 5 മിനിറ്റ് സമയം എടുത്തുള്ളൂ. അതുകൊണ്ട് മടിയുള്ളവരാണെങ്കിൽ മാത്രം ആ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് ഇതിനേക്കാൾ നന്നായി ഒന്ന് പ്ലാൻ ചെയ്താൽ, നല്ല ഇമേജസ് ഒക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്താൽ ഇതിനേക്കാൾ നല്ല കാരോസൽ തന്നെ നിങ്ങൾക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാമെന്ന് ഉറപ്പുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോയുടെ ഈ ട്യൂട്ടോറിയൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്യാൻവ എടുത്തിട്ട് എങ്ങനെ സീംലെസ് ആയിട്ടുള്ള ഒരു കാരോസൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇൻ കേസ് ടെംപ്ലേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇതിന് പിന്നിലെ കണക്ക് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഇമേജിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 1080 പിക്സൽസ് അതിൻ്റെ വിഡ്ത്ത് ഉണ്ടാവും, 1350 ഹൈറ്റുമാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോർട്രേറ്റ് വലുപ്പത്തിലുള്ള ഇമേജ്. അപ്പോൾ നമ്മൾ കാരോസൽ ഉണ്ടാക്കാൻ നേരം ആ വലുപ്പത്തിലുള്ള, അതായത് ഒരു പോർട്രേറ്റ് സൈസിലുള്ള 5 6 7 10 20 ഇമേജസ് ആണ് ഇപ്പോൾ 20 ഇമേജ് വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇമേജാണ് നമ്മൾ കാരോസലായിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു സിംഗിൾ ഇമേജ് ആയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്ത് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാരോസലിൻ്റെ ഒരു ഇമേജിൻ്റെ വീതി എത്രയാണോ അതേ മൾട്ടിപ്ലൈഡ് ബൈ നമ്മൾ എത്ര ഇമേജ് ഉണ്ടാക്കുന്നുണ്ടോ അത്ര ഇമേജിൻ്റെ വീതിയിലുള്ളൊരു ഇമേജ് ഫയലാണ് നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ 5 ഇമേജ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1080 ആണ് ഒരു ഇമേജിൻ്റെ വിഡ്ത്ത് ഞാൻ പറഞ്ഞു. അതേ ഇൻറ്റു 5 ചെയ്താൽ നമുക്ക് 5400 പിക്സൽസ് ആണ് നമുക്ക് വേണ്ട ആ ഫുൾ ലെങ്ത്തിലുള്ള കാരോസൽ ഇമേജിൻ്റെ വിഡ്ത്ത് വരിക. അപ്പോൾ നമ്മൾ നേരെ അതിനുശേഷം നമ്മൾ ക്യാൻവയിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ നേരെ ക്യാൻവയിലോട്ട് പോകുന്നു, അവിടെ ഒരു ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുന്നു. അതിൽ തന്നെ നമുക്ക് കസ്റ്റം സൈസ് എന്നുള്ള ഇമേജാണ് നമുക്ക് എടുക്കേണ്ടത്. അതിൽ നമ്മൾ വിഡ്ത്ത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ 5400 5 ഇമേജിൻ്റെ വിഡ്ത്ത്. ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇമേജിൻ്റെ ഹൈറ്റ്, അതായത് 1350. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഡിസൈനിൻ്റെ സൈസ്. ആ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. ഇനി നമുക്കിതിനെ 5 ഇമേജസ് ആയിട്ട് തിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു മാറ്റം കൂടി ഇവിടെ വരുത്താനുണ്ട്. നമ്മൾ സെറ്റിങ്സിലോട്ട് പോയി ആഡ് ഗൈഡ്സ് എന്ന് കൊടുത്താൽ കസ്റ്റം ഗൈഡ്സ് എടുത്ത് 5 കോളംസ് അല്ലേ നമുക്ക് വേണ്ട, 5 കോളംസും ഗ്യാപ്പ് 0 കൊടുത്താൽ നമുക്കിതാ ഇതുപോലെ 5 സെപ്പറേറ്റ് പീസസ് ആയിട്ട് നമുക്ക് അവിടെ കാണിച്ചു തരും. ഇനി ഇവിടം വരെയുള്ള പണി അല്പം കൂടെ എളുപ്പപ്പണിയാക്കി തരാം ഞാൻ പറഞ്ഞ പോലെ. നിങ്ങൾക്ക് ഇത്രയും പണിയെടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ പോയിട്ട് അവിടെ കമൻറ്റ് ചെയ്താൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത 5 ഇമേജിൻ്റെയും 6 ഇമേജിൻ്റെയും 7 ഇമേജിൻ്റെയും കറക്റ്റായിട്ടുള്ള സൈസിൽ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ടെംപ്ലേറ്റിലോട്ട് നമുക്ക് പോയി നോക്കിയാലോ. ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ ഇപ്പോൾ നമ്മൾ 6 ഇമേജസിൻ്റെ ഒരു കാരോസലാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലുള്ളൊരു 6 ഇമേജിന് പറ്റുന്ന സൈസിലുള്ള ഒരു ഫയലായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുക. ആ ഇമേജിലേക്ക് ആ സ്ഥലത്തേക്ക് നമുക്കിനി ഇമേജസ് വെച്ചാൽ മതി. നമ്മൾ ആദ്യത്തെ ഇമേജ് ഇതുപോലെ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു 3-4 ഇമേജിൽ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന പോലെയും എന്നാൽ ഒരു ഇമേജ് മെയിനായിട്ട് കിട്ടുന്ന പോലെയാണ് ഞാൻ ഈ ഒരു ഇമേജ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ഇഷ്ടമുള്ള പോലെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം മറ്റൊരു ഇമേജ് ഞാൻ ബാക്കി 2 സ്പേസിലേക്കും കൂടെ വെച്ചു. ഇനി അതിലേക്ക് പുതിയ ഇമേജ് നമ്മൾ കൊണ്ടുവരികയാണ്. ഓരോ
സെക്ഷനിലും വെക്കേണ്ട ഇമേജ് നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നാൽ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഡിസൈൻ കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്. ഒന്നുകൂടെ നമുക്കൊരു തോട്ട് പ്രോസസ്സ് ഇട്ടാൽ നമുക്ക് ഇതിനേക്കാൾ ഭംഗിയിലുള്ള ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് എലമെൻറ്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ടുള്ള ക്യാൻവയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഈ ഇമേജ് ഇനി ഡൗൺലോഡ് ചെയ്യണം. നമ്മളിവിടെ ഷെയർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയാൽ ഡൗൺലോഡ് കൊടുത്താൽ PNG, JPEG അങ്ങനെ പല ഫോമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഇമേജ് PNG സൈസായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം നമുക്കിത് PNG ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. PNG ഓപ്ഷൻ കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. നമ്മുടെ ഇമേജ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫയലിൽ പോയിട്ട് പുതിയൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക. അവിടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് 4:5 എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. 1050 × 1350, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമായിട്ട് ആ ഒരു സൈസ് ക്രിയേറ്റ് ചെയ്തെടുത്താലും മതി. 1080 1350. അപ്പോൾ നമുക്ക് താഴെ കാണിക്കുന്നുണ്ട് സജഷൻ. ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വെർട്ടിക്കൽ 4:5. അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആപ്സിലോട്ട് പോയിട്ട് ഇമേജ് സ്പ്ലിറ്റർ എന്നുള്ള ഓപ്ഷൻ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഫ്രീ ആയിട്ട് നമുക്ക് ക്യാൻവയിൽ യൂസ് ചെയ്യാവുന്നൊരു ടൂളാണിത്. ഈ ഇമേജ് സ്പ്ലിറ്റർ നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിൽ ആദ്യത്തെ ഇമേജ് കണ്ടോ, ഈ ഒരു സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, അത് നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മളവിടെ അപ്ലോഡ് ആക്കി കൊടുക്കുക. നമ്പർ ഓഫ് റോസ് നമുക്ക് 1 മതി. നമ്പർ ഓഫ് കോളംസ് നമ്മൾ എത്ര ഇമേജിനുള്ള കാറ്റഗോറിസിലാണോ ക്രിയേറ്റ് ചെയ്തത് അത്രയും നമ്പറും കൊടുക്കുക. സ്പ്ലിറ്റ് ഇമേജ് എന്ന് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെയും നമ്മൾ ഇപ്പോൾ ടോട്ടൽ 6 എണ്ണമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തത് അല്ലേ. അതുകൊണ്ട് 6 പേജസ് നമ്മൾ ഉണ്ടാക്കണം. 2, 3, 4, 5, 6. ഇനി ഈ ഓരോ പേജിലും നമ്മൾ ആദ്യത്തെ പേജിലേക്ക് പോവുക. അവിടെ ആദ്യത്തെ ഈ പീസ് സെറ്റ് ബാക്ക്ഗ്രൗണ്ട്. രണ്ടാമത്തെ പേജിലേക്ക് പോവുക. രണ്ടാമത്തെ പീസ് സെറ്റ് ബാക്ക്ഗ്രൗണ്ട്. മൂന്നാമത്തെ പേജിലേക്ക് പോവുക, സെറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇത് തന്നെ നമ്മുടെ 6 പീസുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക. കഴിഞ്ഞു നമ്മുടെ പരിപാടി. ഇനി ഇതാ ഇമേജ് ഡൗൺലോഡ് ചെയ്താൽ ഡൗൺലോഡ് കൊടുക്കുക. ഇപ്രാവശ്യം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ JPEG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ക്വാളിറ്റി ഒന്നും ചേഞ്ച് വരുത്തുന്നത് നമ്മുടെ ഫ്രീ ടൂളിൽ കിട്ടുന്ന ക്വാളിറ്റി ധാരാളം മതി. നമുക്ക് ഇമേജിന് അടിപൊളിയായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ. നേരെ നമ്മുടെ ഇമേജ് ഡൗൺലോഡ് കൊടുക്കുക. ഇനി ഇൻസ്റ്റാഗ്രാമിൽ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ഇമേജ് കൃത്യം ഓർഡറിൽ നമ്മൾ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെയുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് പോർട്രേറ്റ് എന്ന് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. സാധാരണ ഒരു പോസ്റ്റ് ചെയ്യുന്ന പോലെ ഇനി നമുക്ക് ഇതിനെ പോസ്റ്റ് ചെയ്യാം. ഒരു സീംലെസ് ആയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം ഇടയ്ക്ക് ഗ്യാപ്പൊന്നും ഇല്ലാത്ത നല്ല ഭംഗിയോടുകൂടി നമുക്ക് കാണാൻ പറ്റുന്ന ഇതിനേക്കാൾ നല്ല ഡിസൈൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഡിസൈൻസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ജോവാൻ്റെ വ്ളോഗ്സിനെ ടാഗ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ ഉണ്ടാക്കിയ അടിപൊളി ഡിസൈൻസ് എന്താണെന്ന് കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെറും 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടി ഞാൻ ചെയ്തൊരു ഡിസൈനാണിത്. അതിനേക്കാൾ ഭംഗിയായിട്ടുള്ള നല്ല കാരോസൽ പോസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ടാഗ് മീ. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി റിലേറ്റഡ് ടോപ്പിക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടുതൽ വീഡിയോസും ഇതിനെപ്പറ്റിയൊക്കെയാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ സമയം തന്നതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. കീപ് ക്ലിക്കിംഗ്.